ഇന്നത്തെ സുഗമദേവിയിലെ പ്രമോയിലെ ശാരികയുടെ വിവാഹമാണ്. ശാരികയെ കല്യാണത്തിന് വേണ്ടി ഒരുക്കുകയാണ് എല്ലാവരും കൂടെ. ആ സമയം മാധവൻ ചെന്ന് അകത്ത് പായോട് പറയും, ഇന്നു മുതൽ നമ്മളും കാർത്തികേയൻ്റെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മ പെട്ടെന്ന് പറയും, എൻ്റെ മോളെ കുരുതി കൊടുത്ത് ഞാൻ വരില്ല എന്നൊക്കെ പറയാനാണ്. അതിനുശേഷം കാണിക്കുന്ന ശാരിക വിവാഹത്തിന് ഒരുങ്ങി ഇറങ്ങിയാണ് കേട്ടോ. വളരെ സുന്ദരിയായിട്ട് തന്നെ ശാരിക ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് മാധവൻ പറയും, എത്രയും പെട്ടെന്ന് മോളെ വണ്ടിയിൽ കയറിക്കോ, സമയം പോകുന്നു പറയുകയാണ്. പക്ഷേ ശാരിക മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ കാർത്തികൻ പറയും, മാധവേട്ട എല്ലാവരോടും പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറാൻ പറയും കേട്ടോ. വീണ്ടും മാധവൻ പറഞ്ഞിട്ടും ശാരിക അവിടെ അനങ്ങാൻ നിൽക്കുകയാണ്. ശാരിക വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം ശാരിക നിൽക്കുന്നത് കണ്ട് ഇച്ചാപ്പി പുറകിൽ നിന്ന് അവളെ പെട്ടെന്ന് ഒരു ഉന്ത് കൊടുത്തിട്ട് ചെന്ന് കയറാനല്ല ഇതിനോട് പറഞ്ഞതെന്ന് പറയും കേട്ടോ. പക്ഷെ എല്ലാവരും ഇത് കാണുമ്പോൾ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ദേവിയെയാണ്. ദേവിയെ ശാരികയുടെ കല്യാണത്തിന് വരികയാണ്. ദേവിയെ മനസ്സിലെന്തോ തീരുമാനമെടുത്തിട്ടാണ് കല്യാണത്തിന് വരുന്നത്. അങ്ങനെ ശാരികയും അമ്മയും മണ്ഡപത്തിലെത്തി. കാർത്തികേയനും മാധവനും എല്ലാം അവിടെ ഉണ്ട്. അപ്പോഴാണ് ആ സമയത്ത് മുരളിയും നന്ദനും കൂടെ കല്യാണ മണ്ഡപത്തിലെത്തുന്നത്. ഇത് കണ്ട കാർത്തികേയൻ പേടിച്ച് നിൽപ്പുണ്ട്.